മലപ്പുറം മാറാക്കരയിൽ മുസ്ലിം ലീഗിൽ കൂട്ടരാജി. 24-ാം വാർഡ് മെമ്പറും വാർഡ് ലീഗ് പ്രസിഡന്റ് ഉൾപ്പെടെ 150ഓളം പേർ രാജിവെച്ചു. വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശം മറികടന്ന് CPM-ൽ നിന്ന് വന്നയാൾക്ക് സീറ്റ് നൽകിയെന്ന് ആരോപണം. നിലവിലെ വാർഡ് മെമ്പർ ഷംല ബഷീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും. സാദിഖ് അലി തങ്ങളെയും PK കുഞ്ഞാലിക്കുട്ടിയെയും പഞ്ചായത്ത് ലീഗ് കമ്മിറ്റി തെറ്റിദ്ധരിപ്പിച്ചെന്നും നേതാക്കൾ പറഞ്ഞു. മലപ്പുറം മാറാക്കര പഞ്ചായത്തിൽ 24-ാം വാർഡിൽ 150ഓളം പേരാണ് ലീഗിൽ നിന്ന് രാജിവെച്ചത്. പ്രധാനമായി ലീഗിൻ്റെ പ്രത്യേകിച്ച് വാർഡ് കമ്മിറ്റിയുടെ നിർദ്ദേശം മറികടന്ന് CPM-ൽ നിന്ന് വന്ന ഒരാൾക്ക് സീറ്റ് നൽകിയെന്ന് ആരോപിച്ചാണ് ഈ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ വാർഡ് കമ്മിറ്റി ഉണ്ടാക്കിയ അന്നു മുതൽ വളരെ വിശദമായി വാർഡ് പഠിച്ച ശേഷം നാട്ടുകാരും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണ് പ്രിയപ്പെട്ട ഞങ്ങളെ ഷംല മെമ്പറെ വീണ്ടും ഈ വാർഡിൽ നിർത്താനായിട്ടുള്ള തീരുമാനം വന്നത്. അതിനനുസരിച്ച് ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയെ വിവരം അറിയിക്കുകയും അവർ ആലോചിക്കാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോയി. പിന്നെ ജനറൽ വാർഡായ ഇവിടെ ഒരു സ്ത്രീ മെമ്പറെ വെക്കുന്നതിനോട് അവർക്ക് യോജിപ്പുണ്ടായിരുന്നില്ല. വീണ്ടും ഞങ്ങൾ പുഷ് ചെയ്തുകൊണ്ടേയിരുന്നു. പക്ഷേ അവസാന നിമിഷം വരെ നീട്ടിക്കൊണ്ടുപോയിട്ട് മറ്റൊരു വാർഡിൽ നിന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഇന്നത്തെ കച്ചവട ആഢ്യത്വ യാഥാസ്ഥിക രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വന്ന ഒരാളെ അവർ സ്ഥാനാർത്ഥിയാക്കി കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ. എന്നിട്ട് പാണക്കാട് പോയിട്ട് സാദിഖ് അലി അവർകളെയും കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾക്കും തെറ്റായ ഇൻഫർമേഷൻ കൊടുത്തിട്ട് വാർഡിൽ ആ സ്ഥാനാർത്ഥി 500ഉം 600ഉം വോട്ടിന് വിജയിക്കുമെന്ന് അവരെ ബോധ്യപ്പെടുത്തിയതിന് ശേഷം ഒരു തെറ്റായ ഇൻഫർമേഷനിലൂടെയാണ് ആ സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ വാർഡ് മെമ്പർ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇപ്പോൾ വീണ്ടും മത്സരിക്കാൻ ഈ ജനങ്ങൾ പറയുക, എന്തായിരുന്നു ആ സാഹചര്യം? അതായത് ഞാൻ ഈ 5 വർഷം ഈ ജനങ്ങൾക്ക് വേണ്ടി നമ്മുടെ എല്ലാവിധ എഫേർട്ടും എടുത്തോട്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ഈ നാട്ടിനും വേണ്ടി നാട്ടുകാർക്കും വേണ്ടി നമ്മൾ ഇറങ്ങി തിരിച്ചത്. എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ ഒരു സംഘടന എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. അതിൽ എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രഭേദമന്യേ എല്ലാ ആളുകളും എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. നല്ല രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റി. പക്ഷേ ഇപ്പോഴും അവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു ജനറൽ വാർഡിലെ മെമ്പർ തന്നെ വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അത് പ്രകാരമാണ് ഞാനിപ്പം ഇവരുടെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും മുസ്ലിം ലീഗ് എന്ന് പറയുന്ന വലിയൊരു സംഘടനയുടെ ഭാഗമായ ഒരു മെമ്പറാണ്. ഒരിക്കലും ആ ഒരു പ്രസ്ഥാനത്തെ താത്തി കാണിക്കാനോ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ മാറ്റി നിർത്താനോ ഒന്നുമല്ല ഈ ഒരു അവസരത്തിൽ ഞാൻ ഈ സമയം വിനിയോഗിക്കുന്നത്. ശക്തമായിട്ട് വാർഡ് കമ്മിറ്റിയും വനിതാ ലീഗും എൻ്റെ യൂത്ത് ലീഗും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടെടുത്ത ഈ ഒരു കാര്യമാണ് എനിക്കിപ്പോൾ അവരെ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കേണ്ടി വന്നത്. ഏതായാലും ഈ മത്സരത്തിന് തന്നെയാണ് ഇവരുടെ തീരുമാനം. ജിത്തു വെട്ടത്തിനൊപ്പം യൂനുസ് അഹമ്മദ്, മീഡിയ 1, തിരൂർ.